നമസ്കാരമുണ്ട്. കോഴിക്കോട് അപ്സര മാജിക് ഫ്രെയിംസിൻ്റെ സ്റ്റാഫാണല്ലോ. തുടരുമെന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാ തിയേറ്ററുകളിൽ നിന്നും കിട്ടണമെന്ന് നമുക്കറിയാം. എങ്കിലും കൂടിയിട്ട് എങ്ങനെയാണ് കോഴിക്കോട് അപ്സരയിൽ? കോഴിക്കോട് അപ്സരയിൽ അതേ മാതിരി തന്നെയാണ്, ലോകത്തൊട്ടാകെ ഉള്ള മാതിരി തന്നെയാണ് അപ്സരയിലും. എങ്ങനെയാണ് തിരക്കൊക്കെ? തിരക്ക് അപാരം തന്നെയാണ്, വരവ് തന്നെയാണ്. പോക്കില്ല, എല്ലാവരും ടിക്കറ്റ് കിട്ടാണ്ടും അടങ്ങി പോണ ആൾക്കാരാണ് അധികവും. കാരണം ഒക്കെ ഓൺലൈനിലും ഇതിലൊക്കെ ഫുള്ളാണ്, ടിക്കറ്റേ ഇല്ല. ശരിക്കും ലാലേട്ടനെ പ്രേക്ഷകർക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു സംസാരമുണ്ട്. അതെ, 15 വർഷത്തിന് ശേഷം ശോഭനന് മോഹൻലാലിന് ഒന്നായിട്ട് കാണുന്ന ഒരു പടമാണത്. ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടില് അങ്ങനെ ഫാമിലി എങ്ങനെയാണ് ഇറങ്ങുന്നത്? ഒരുപാട് ഫാമിലി വരുന്നുണ്ട്. അതല്ലേ, ഫാമിലി 11 മണിക്കും കാണാൻ വരുന്നുണ്ട്. അത്രയും തിരക്കാണ്. അല്ല, പിന്നെ ഇപ്പൊ നല്ലൊരു സമയം കൂടിയാണല്ലോ, വെക്കേഷൻ ടൈമും കൂടിയാണ് ഇപ്പോൾ. അതിനെ കൊണ്ടാണ് കുട്ടികളുമായിട്ട് ആൾക്കാർ വരുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ എത്ര ഷോ കളിക്കുന്നുണ്ട്? ഇപ്പൊ ഇവിടെ 5 ഷോ അല്ലേ. നൈറ്റ് ഷോ 11:55 ഒരു ഷോ ഉണ്ട്. ആ ഷോനും ഫാമിലിയാണ് അതല്ലേ. ശരിക്കും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ശരിക്കും ഇവിടെ സ്റ്റാഫ് 2 സ്റ്റാഫ് തന്നെയാണ്. പിന്നെ മറ്റേ ആൾക്കാരെല്ലാം കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ അതിനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എമ്പുരാൻകടക്ക് കൂടുതൽ തിരക്കാണ്, അതിനെക്കാട്ട് ആളുണ്ട്. ടിക്കറ്റ് പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. എങ്കിലും കൂടിയിട്ട് എന്നാലും ആൾക്കാർ നേരിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ, ടിക്കറ്റ് എടുക്കാനും വരുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് കിട്ടാണ്ട് മടങ്ങി പോണ ആളുകളും ഉണ്ട്. രാവിലെ വന്ന് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ടിക്കറ്റിനായിട്ട് രാവിലെ വന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകളും ഉണ്ട്. അല്ല, ഒരുപാട് ദൂരത്തു നിന്നൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്സരയുടെ ഒരു ആരാധകരുണ്ടാവുമല്ലോ ഈ ഒരു സിനിമ തിയേറ്ററിൽ. അപ്പൊ അത്ര ആൾക്കാർ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ അവര് പറയും ടിക്കറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് അവര് പറയും ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലവർ ഇവിടെ വെയിറ്റ് ചെയ്യൂലേ, എന്നിട്ട് പടം കണ്ടിട്ട് പോകുള്ളൂ പറഞ്ഞ ആൾക്കാരുണ്ട്. അതെ. അങ്ങനെ പ്രായമായവരൊക്കെ വരുന്നുണ്ടോ സിനിമയ്ക്ക്? വയസ്സായ ആള് വണ്ടികളിലൊക്കെ വന്നിട്ട് പടം കാണുന്നുണ്ട്. അത്രയും ശോഭനന് ഇഷ്ടമുള്ള മോഹൻലാലിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് വന്ന് കാണുന്നത്. ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ഈ വയസ്സായ അമ്മമ്മമാരൊക്കെ വന്ന് കാണുന്നുണ്ട്, എന്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം ഇവിടെ ഉണ്ടോ? അതല്ലേ. എങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് കണ്ടോ പടം? കണ്ടോ? രാധേച്ചി എന്നല്ല പേര്? ശരി, ഓക്കെ, താങ്ക് യു.